നമസ്കാരം. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് എന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CAA ഭേദഗതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ അതേ സർക്കാരാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്നത് അംഗീകരിക്കാനാകില്ല. പൗരത്വം എങ്ങനെ നൽകണം എന്നത് സംബന്ധിച്ച് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 5 വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഇത്. ഭരണഘടനാ ആശയത്തെ നിലനിർത്താൻ ഏതറ്റം വരെയും കോൺഗ്രസും UDF-ഉം പോരാടുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. CAA സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് പറയുന്ന LDF സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ലെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. 2019 CAA പ്രക്ഷോഭത്തിനെതിരെ എടുത്ത 835 കേസുകളിൽ ആക്രമണ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല. 5 വർഷമായിട്ടും കേസുകൾ പിൻവലിക്കാത്ത ഈ സർക്കാർ ആർക്കൊപ്പമാണ് എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് കേസ് പിൻവലിക്കാത്തത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകണം. CAA കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനൊപ്പമാണോ സംസ്ഥാന സർക്കാർ? ഇന്നലെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമണ സ്വഭാവത്തോടെയാണ് സർക്കാർ നേരിട്ടത്. സമരം ചെയ്യുന്നവരെ ശത്രുക്കളെ പോലെയാണ് സർക്കാർ കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ സംശയമുള്ളതുകൊണ്ടാണ് ഒന്നിച്ച് പ്രക്ഷോഭം വേണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചത്. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും മുസ്ലിം ലീഗും CAA ഭേദഗതി നടപ്പിലാക്കുന്നതിനെതിരെ കേസ് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം സമരപരിപാടികളും സംഘടിപ്പിക്കും. നാളെ നടക്കുന്ന KPCC നേതൃയോഗം CAA പ്രതിഷേധ പരിപാടികളും ചർച്ച ചെയ്യുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതായപ്പോൾ ജനങ്ങൾക്കിടയിൽ അരക്ഷിതത്വവും ഭീതിയുമുണ്ടായി. ഇവർ വീണ്ടും അധികാരത്തിൽ എത്തിയാൽ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നതിന്റെ മുന്നറിയിപ്പുമായിട്ടാണ് CAA നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയത്തെ ജനങ്ങൾ കാണുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോഴാണ് അപകടമുണ്ടായതെന്ന തിരിച്ചറിവ് ജനാധിപത്യ ബോധമുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപകടകാരികളാണ് തങ്ങളെന്ന് സംഘപരിവാർ തന്നെ പുരപ്പുറത്ത് കയറി പ്രഖ്യാപിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. CAA ചട്ടം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ UDF-ഉം കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. യുവജന വനിതാ സംഘടനകളും രംഗത്തുണ്ടാകും. വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള സംഘപരിവാർ സർക്കാരിന്റെ ശ്രമത്തെ കോൺഗ്രസും UDF-ഉം ശക്തമായി എതിർക്കും. എറണാകുളം DCC അധ്യക്ഷനെതിരെ കോടതി വിമർശനം ഉണ്ടായി എന്നത് തെറ്റായ വാർത്തയാണ്. പോലീസിനെതിരെ DCC അധ്യക്ഷൻ നൽകിയ കേസിന്റെ വിവിധ വശങ്ങൾ ചോദിച്ച് അറിയുന്നതിനിടയിൽ മൃതദേഹം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്ന പോലീസ് ആരോപണം ഉണ്ടാകാൻ കാരണം എന്താണ് എന്നാണ് കോടതി ചോദിച്ചത്. ഒരേ കുറ്റത്തിന് ഒന്നിലധികം കേസെടുത്തിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന DCC പ്രസിഡന്റ് ഒന്നാം പ്രതിയായത് എങ്ങനെയെന്നുമാണ് പോലീസിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പൂട്ടുമെന്ന് പറഞ്ഞ പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം പറയുന്നത് അനുസരിച്ച് തുള്ളുകയാണ്. DCC അധ്യക്ഷനും മാത്യു കുഴൽനാടൻ MLA-യും ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തതുകൊണ്ടാണ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. 7000-ലധികം പേർക്കാണ് സർക്കാർ ഇപ്പോഴും നഷ്ടപരിഹാരം നൽകാനുള്ളത്. സമരം നടന്നില്ലായിരുന്നെങ്കിൽ സാധാരണ സംഭവമായി ഇത് മാറിയേനെ. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്ത് അംഗത്തോടൊപ്പം എത്തിയ യുവാവിനെ സ്റ്റേഷനിലെ CCTV ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് ആരോപണം. മർദ്ദനത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി മാസ് ഡയലോഗ് നിർത്തി ഡബിൾ റോൾ അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം CAA വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞിരുന്നു. CAA-യുമായി ബന്ധപ്പെട്ട് മുൻപ് നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിൽ എടുത്ത കേസുകൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്തില്ല. പൊതുമുതൽ നശിപ്പിച്ച കേസ് പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല എന്നാണ് A റഹീം പറഞ്ഞത്. നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ച സർക്കാരാണ് ഇത്. യൂത്ത് ലീഗ് ഇതിനകം തന്നെ ലക്ഷങ്ങൾ പിഴയടച്ചു. പല കേസുകളും തീർപ്പാക്കി. സർക്കാർ ഈ തമാശ നിർത്തണം. കേരളത്തിൽ നിയമം നടപ്പാകില്ല എന്ന് പറഞ്ഞ് സമരത്തിന്റെ വീര്യം തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ കേസുകൾ പിൻവലിച്ചു. അവിടെ കേസ് പിൻവലിക്കാൻ ഒരു കാലതാമസവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിലും കേസെടുത്തെന്നും PK ഫിറോസ് കുറ്റപ്പെടുത്തിയിരുന്നു.